കുടുംബത്തിലെ അംഗമായതിനാൽ സ്പോൺസറുടെ ആട്ടും തുപ്പും സഹിക്കേണ്ടി വന്നിട്ടും എങ്ങനെയും ജോലിയിൽ തന്നെ ഉറച്ചുനിന്ന് വീട്ടിലേക്ക് പണം അയച്ചു കൊടുത്ത് സാമ്പത്തിക പരാധീനതകൾ മാറ്റുക എന്നതായിരുന്നു ഷാഹുലിന്റെ ആഗ്രഹം. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും ശമ്പളം കിട്ടാതായപ്പോൾ വീട്ടിൽ ഉമ്മയ്ക്ക് അസുഖമായിട്ട് കൂടി പണം അയക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ ഷാഹുൽ എത്തപ്പെടുകയായിരുന്നു. 1994 സെയ്ദ് മുഹമ്മദിനെ വിവാഹം കഴിച്ച സുഹറയ്ക്ക് ഈ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. കുടുംബ പ്രശ്നത്തിന്റെ ഭാഗമായി ഇവർ തമ്മിലുള്ള തർക്കം ഇപ്പോൾ കോടതിക്ക് മുൻപിലാണ്. നിയമത്തിന് മുന്നിലെത്തി തന്റെയും കുട്ടികളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സുഹറ ഇപ്പോൾ. സെയ്ദ് മുഹമ്മദ് സൗദിയിൽ എവിടെയോ ഉണ്ടെന്നാണ് സുഹറയും കുട്ടികളും വിശ്വസിക്കുന്നത്. ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ സുഹറയുടെയും കുട്ടികളുടെയും മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുകയുള്ളൂ. നമുക്ക് സുഹറയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്ര കൊല്ലായി പോയിട്ട്? 8 വർഷം നാട്ടിൽ വന്നിട്ടില്ല. സൗദി അറേബ്യയിലെപ്പോൾ അത് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പോയേക്കണതാണ്. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് ഒളിവിൽ പോയേക്കണതാണ് ആള്. ഇവിടുത്തെ കോടതിയിൽ കോടതിയിൽ നിന്ന് അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പോയേക്കണേ. 2007 ഞങ്ങളുടെ വീട്ടിൽ സ്ഫോടനം ഉണ്ടായി. സ്ഫോടനം ഉണ്ടായത് എൻ്റെ ഭർത്താവിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത്. അതിൽ എനിക്കും 2 കുട്ടികൾക്കും പൊള്ളലേറ്റു. അങ്ങനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പം സാമ്പത്തിക ഉയർച്ച വന്നപ്പം വഴിവിട്ട ജീവിതത്തിലേക്ക് പോയി. ആ ജീവിതമാണ് എന്നെയും മക്കളെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. 2007 ഏപ്രിൽ മാസം ആദ്യം ദുഃഖവെള്ളി പെസക വ്യാഴം വന്നപ്പോൾ ഞങ്ങളെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ടൂർ പോകാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നു. എന്നാൽ തിരിച്ച് പോയ വഴി വണ്ടി ആക്സിഡൻ്റായി. അപ്പം ഞാനും മോളും ഇരുന്ന ഭാഗം ഫുള്ള് തകർന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അന്ന്. ഞാനും ഭർത്താവും 2 മക്കളും ഞങ്ങളുടെ ഒരു സ്റ്റാഫ് പയ്യനും ഉണ്ട്. അതിനുശേഷം വീട്ടിൽ ചെന്ന് അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആക്സിഡൻ്റായവരാരോടും പറയണ്ട, നമ്മളൊന്നും വലിയതായിട്ട് പോകുന്നു, ആക്സിഡൻ്റായെന്ന് പറഞ്ഞാൽ നാണക്കേടാണെന്ന് പറഞ്ഞു. ശരി, പറയുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കൊരു സഹോദരനുള്ള സഹോദരൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അത് അന്നേരം എനിക്കൊന്നും തല നിവർത്താൻ പറ്റില്ല. അത്രയും ഭീകരമായൊരവസ്ഥയാണ് എൻ്റേത്. മുഖമൊക്കെ മൂടിയിട്ടാണ് ഞാൻ പോണത്. ഇവിടെ കൊണ്ട് അഡ്മിറ്റാക്കി അവരൊരു ഇഞ്ചക്ഷൻ തന്നു. ഇഞ്ചക്ഷൻ തന്നപ്പോൾ ഇത്രയും മയങ്ങിപ്പോയി. അപ്പം എന്നോട് പാടൊക്കെ മാറാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. നമ്മളന്ന് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുമെന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നും നോക്കിയിട്ടുണ്ടായില്ല. അപ്പം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലാണ്. വാർഡിൽ ഒരു 5-8 രോഗികളുടെ ഇടയ്ക്ക് അവരിങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു, വായുവിൽ എഴുതുന്നു, പെട്ടുപോയല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പെട്ടെന്ന് കരഞ്ഞു. അവിടെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് അറ്റൻഡറൊക്കെ വന്ന് എന്നെ ബെഡിലേക്ക് ചേർത്ത് കെട്ടി. കേൾവി പോയി, കൊച്ചിന് നടക്കാനും ബുദ്ധിമുട്ടാണ്. എൻ്റെ മുന്നിൽ വെക്കുന്ന ആവശ്യം എവിടെയുണ്ട് എന്നൊന്ന് കണ്ടെത്തുക. ഒന്ന് അപ്പൊ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എംബസി മുഖേന എങ്ങനെയെങ്കിലും പോലീസ് ആയിക്കോട്ടെ. അപ്പൊ ഇത് ആളെവിടെയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യം. പിന്നെന്താ? അല്ല, പിന്നീട് കോടതിയുടെ തീരുമാനത്തിൽ ഇല്ല. ഇനിയിപ്പോ എന്ത് ബന്ധം? ഇത്രയൊക്കെ ഉപദ്രവിച്ചൊരു മനുഷ്യനായിട്ട് ഇനി ഒരിക്കലും ബന്ധത്തിന് പോകണം എനിക്ക് താല്പര്യമില്ല. അപ്പൊ എവിടെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ആവശ്യം. കണ്ടെത്തിയെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ആവുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്നും ഇങ്ങനെ നീർപ്പൊകഞ്ഞ് ഇപ്പം എൻ്റെ വീട്ടുകാരെയാണ് എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2006 ഒറ്റപ്പാലത്തെ അകലൂരിൽ നിന്നും വീട് വിട്ടിറങ്ങിപ്പോയ സുമേഷ് കുട്ടനെ തേടിയാണ് അമ്മയും ജ്യേഷ്ഠനും സഹോദരി ഭർത്താവും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ചെറിയൊരു സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണ് സുമേഷ് വീട് വിട്ടിറങ്ങിയത്. കഴിഞ്ഞ 9.5 വർഷമായി സുമേഷിന്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ് ഈ അമ്മയും കുടുംബവും. സുമേഷിനെ കുറിച്ച് നമുക്ക് ഈ അമ്മയോട് തന്നെ ചോദിച്ചറിയാം. സുമേഷിന് എത്ര വയസ്സായി? 30. എത്ര മക്കളാ അമ്മയ്ക്ക്? 4 മക്കള്. ഇയാള് മൂത്താളാ? അല്ല, ഇത് മൂത്താള്. സുമേഷ് 3ാമത്താണ്. സുമേഷിന് ഇപ്പൊ എത്ര വയസ്സായിണ്ടാവും? ഇപ്പൊ 30 വയസ്സായിട്ടുണ്ട്. 23 വയസ്സിൽ പോയില്ലേ? 20 വയസ്സില്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പഠിച്ചിട്ടുണ്ടോ സുമേഷ്? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പണി? ഞങ്ങളുടെ പണി തന്നെ ആശാരിപ്പണി തന്നെ. പണിയൊക്കെ അറിയും. പിന്നെ അവിടെ ഒരു പള്ളി നേർച്ച കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിലത്തെ ഒരാളായിരുന്നു അവൻ. പൈസ അങ്ങനെ അടുത്ത ആൾക്കാർക്ക് കടം കൊടുത്തു. അതവൻ തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ അത് പേടിച്ചിട്ട് ഇനി അച്ഛനും ഏട്ടന്മാരെ വഴക്ക് പറയും പറഞ്ഞിട്ട് പോയി.